അസുഖം മാറട്ടെ എന്നിട്ട് പോവാം. എന്റെ ചക്കരക്കുട്ടി ഉമ്മ. പഠിത്തം കുറച്ച് മോശമാവുന്നുണ്ട്. പറക്കും ഞാൻ. എന്നോട് കളിക്കല്ലേ, വേദനിപ്പിക്കല്ലേ. ആ അത്രക്കായ എന്ന് ഞാൻ കാണിച്ചുതരാം. അത്തള പിത്തള തവളാച്ചി ചുക്ക് പരിക്കണ ചുള്ളപ്പ മറിയം വന്ന് വിളക്കൂതി പൂ. ജേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? സമൂഹത്തിനെ ഇങ്ങനെ പേടിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ഐ റിയലി ഡോണ്ട് കെയർ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നീ വേണം, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. അപ്പൊ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആരെയാണ് നീ പേടിക്കുന്നത്? ദാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്കാൻ. നിന്റെ പേടിയെല്ലാം മാറും. ജീവിതയാത്രയിൽ നീയും എന്നോടൊപ്പം വേണം. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനെ പറ്റിയാ നിന്റെ പേടി? അങ്ങനെ പേടിക്കാനൊന്നുമില്ലല്ലോ. അല്ല, അത് നീ എന്നെ ഒന്ന് നോക്കിയേ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറയൂ. ഓ, ബന്ധുക്കളും കുടുംബത്തിലുള്ളവരും. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, മനസ്സിലായോ? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നീയും എന്നെ ഇഷ്ടപ്പെടുന്നു, അതിലൊരു തെറ്റുമില്ല. ദാ ഇങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്, പേടിക്കാതെ. ഞാനില്ലേ നിന്റെ കൂടെ? ജീവിതകാലം മുഴുവനും കാണും. ജീവിതകാലം മുഴുവനും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത്. എന്താ തോന്നുന്നത്? അത് എന്താണെങ്കിലും പറ. ഇതുപോലെ റോഡാണെങ്കി എന്താ 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 പറ. നമ്മളിങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കുന്നത് അതൊട്ടും ഓ, ശരിയല്ല. ഇതിൽ തെറ്റൊന്നുമില്ല, എല്ലാം ശരിയാ. ഒരു പ്രശ്നവുമില്ല. ആവശ്യമില്ല, നീ സങ്കടപ്പെടല്ലേ. എവറിഥിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ആവശ്യമില്ല, അത് പേടിക്കാതെ. ഞാനില്ല നിന്റെ കൂടെ. എന്താ ഇത്? ഇന്നാ വാങ്ങിച്ചോ? ഇത് പെട്ടെന്ന് എന്താ ഇത്? ഇതല്ലേ ഇപ്പം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത്. എന്താന്ന് വെച്ചാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിനക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. ഇപ്പം നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം ഇതാണ്. മനസ്സിലായില്ല. ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഞാൻ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒരുപാട് പേര് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റായിട്ടൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാനിടവന്നു. അതുകൊണ്ട് തന്നെയാ ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തന്നത്. ഇതൊരു ഗിഫ്റ്റാണ്, വേറൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എനിക്ക് തരാൻ കഴിഞ്ഞല്ലോ. ഈ ഒരു അവസരത്തിൽ നിനക്ക് തീർച്ചയായും ഇത് ഉപയോഗപ്പെടും. നിനക്ക് നിന്റെ രാജുവിന്റെ കൂടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാമല്ലോ. നമുക്കൊരു മോളുണ്ട്, അത് മറക്കണ്ട കേട്ടോ. നിന്റെ മോള് വളർന്നു വരിക, അവളെ നോക്കണ്ടേ. നീ ഇങ്ങനെ നടന്ന അവളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.